അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളിൽ തെല്ലുപോലും കുലുക്കമില്ലാതെ തന്നെ ഇറാൻ മുന്നോട്ട് പോവുകയാണ്. യുഎസിനെതിരെ വ്യക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇറാൻ രംഗത്ത് വരുന്നത് വലിയ ശ്രദ്ധ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. തങ്ങളെ ഒതുക്കാൻ ശ്രമിക്കുന്ന ട്രംപിനെ പൂട്ടാൻ തങ്ങളുടെ കയ്യിൽ പദ്ധതികൾ ഉണ്ട് എന്നതാണ് ഇപ്പോൾ വ്യക്തമായ മുന്നറിയിപ്പിലൂടെ തന്നെ ഇറാൻ നൽകുന്നത്. ഇറാൻ വലിയ രീതിയിലുള്ള സൈനിക മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പേർഷ്യൻ ഗൾഫിൽ ഉപരോധം തുടർന്നാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇറാനെതിരെയുള്ള അമേരിക്കയുടെ നാവിക ഉപരോധം നിലവിലെ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് എന്ന് ഇറാന്റെ ഖത്തം അൽ അൽബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് കമാൻഡറായ മേജർ ജനറൽ അലി അബ്ദുല്ലാഹി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ഉപരോധം തുടരുകയാണെങ്കിൽ പേർഷ്യൻ ഗൾഫ്, ഒമാൻ കടൽ, ചെങ്കടൽ എന്നിവിടങ്ങളിലെ അവിടെയുള്ള എല്ലാ കയറ്റുമതി ഇറക്കുമതി പ്രക്രിയകളും തടയുമെന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഈ ഒരു മുന്നറിയിപ്പിലൂടെ തന്നെ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇറാനിയൻ വാണിജ്യ കപ്പലുകൾക്കും ഓയിൽ ടാങ്കുകൾക്കും സുരക്ഷാ ഭീഷണി സൃഷ്ടിക്കുന്ന അമേരിക്കയുടെ ഈ നിയമവിരുദ്ധ നടപടിയെ ഇറാന്റെ സായുധ സേന ശക്തമായി തന്നെ നേരിടുമെന്നും ദേശീയ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ഇവിടെ ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇസ്ലാമാബാദിൽ സമാധാന ചർച്ചകൾ നടക്കുന്നതിനായി തന്നെ ഏപ്രിൽ 8-നാണ് 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലേക്ക് വരുന്നത്. അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കണമെന്നും ഉപരോധങ്ങൾ നീക്കണമെന്നും ആവശ്യപ്പെടുന്ന 10 ഇന പദ്ധതിയാണ് ഇറാൻ ഈ ഒരു ചർച്ചയിലൂടെ തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. 21 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾ നടന്നുവെങ്കിൽ പോലും ഒരു കരാറിലേക്ക് എത്താൻ ഇരുപക്ഷത്തിനും ഇതുവരെയും സാധിച്ചില്ല. അമേരിക്കയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇറാനിയൻ പ്രതിനിധി സംഘം ഒടുവിൽ ടെഹ്റാനിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഹോർമുസ് കടലിൽ ഇറാൻ തുറമുഖങ്ങളിൽ അവിടെ നിന്നും വരുന്നതും പോകുന്നതുമായി തന്നെ കപ്പലുകൾ നാവിക ഉപരോധം ഏർപ്പെടുത്തുന്നതായി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപനം നടത്തിയത്. അതേപോലെ തന്നെ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ നാവിക ഉപരോധം ആരംഭിക്കുകയും ഇതുവരെ 10 കപ്പലുകൾ തിരിച്ചുവിട്ടതായി തന്നെ US സൈന്യം അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇതുവരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നതും ഇറാൻ ഇവിടെ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന പുറത്തിറക്കിക്കൊണ്ട് ആ ഒരു രീതിയിൽ കാര്യങ്ങൾ വിവരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.